വിട്ടുവീഴ്ചയ്ക്കില്ല, നിലപാട് കടുപ്പിച്ച് ഇറാൻ. പാകിസ്ഥാനുമായി ഇന്നലെ നടന്ന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വളരെ കൃത്യതയോടുകൂടി തന്നെ ഇറാൻ മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന രീതിയിൽ തന്നെ തുറന്നു പറഞ്ഞു. കീഴടക്കാനോ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാനോ ഒരു തരത്തിലും അമേരിക്കയ്ക്ക് സാധിക്കില്ലെന്ന് അവർക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട്. തങ്ങൾ ഒരുപാട് സാമ്രാജ്യ സംവിധാനത്തെ കണ്ടവരും അതിനെ അതിജീവിച്ചവരുമാണ്. ഒരു കാലത്ത് മംഗോളിയൻ സാമ്രാജ്യമെത്തി, പേർഷ്യൻ സാമ്രാജ്യവുമായി ഏറ്റുമുട്ടി അവരെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. പിന്നീട് അലക്സാണ്ട്രിയ കാലഘട്ടം വന്നു, അപ്പോഴും അതിജീവനമുണ്ടായിരുന്നു. തങ്ങളുടെ സംസ്കാരം എന്ന് പറയുന്നത് 7000 വർഷങ്ങൾക്ക് മുൻപും അല്ലെങ്കിൽ അത്രത്തോളം പഴക്കമുള്ളതാണ്. ആ സാമ്രാജ്യത്തിന് നേരെയാണ് ഒരു നിമിഷം കൊണ്ട് ആ സംവിധാനത്തെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കുമെന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അയാൾക്ക് ചരിത്രമറിയില്ല, മണ്ടത്തരം വിളിച്ചു പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇറാൻ എന്താണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ പഠിക്കണം. അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാത്തതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും മറ്റു ലോകരാജ്യങ്ങളും അനുഭവിക്കുന്നത്. അതിൻ്റെ തുടർചലനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ്. 14 ദിവസത്തെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തി. എന്നാൽ അത് ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് ട്രംപിന് തൻ്റെ ഇടമില്ലാതെ പോയി. ആ സമയത്ത് തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണം നടന്ന സമയത്ത് തങ്ങൾ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നുള്ള കളവാണ് അല്ലെങ്കിൽ പൊള്ളത്തരമാണ് ട്രംപ് പറഞ്ഞത്. കൃത്യമായ രീതിയിൽ ഈ ലെബനാനെ സംരക്ഷിക്കുക എന്നുള്ളതും അത് ഈ കരാർ വ്യവസ്ഥയുടെ പ്രധാനമായിരിക്കുന്ന ഭാഗമാണ് എന്ന് 10 കരാറിൽ കൃത്യമായ രീതിയിൽ 4-ാം നമ്പറിട്ട് ഞങ്ങൾ കൊടുത്തതാണ്. അപ്പോൾ കളവ് പറഞ്ഞു, നുണപ്രചരണം നടത്തിയും ഇല്ലാത്ത രീതിയിലുള്ള ഭയപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ടും കീഴ്പ്പെടുത്താൻ ഇറാൻ അല്ലാത്ത രാജ്യങ്ങൾ മാത്രമേ നോക്കിയിട്ട് കാര്യമുള്ളൂ. ഞങ്ങളിതൊക്കെ അതിജീവിച്ചതാണ് എന്നുള്ള കാര്യം തന്നെ അവർ കൃത്യമായ രീതിയിൽ പറയുന്നു. ഇറാൻ എന്ന് പറയുന്നത് മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് അതിജീവനത്തിൻ്റെയും സാമ്രാജ്യത്വ വിരുദ്ധതയുടെയും ഭാഗമായിട്ട് എല്ലാ കാലത്തും നിലനിന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എന്ന് പറയുന്നത് അതീവ ശക്തിയുള്ള ഒരു മഹാരാജ്യമായിട്ട് ഇപ്പോഴും കാണുന്നില്ല. ഞങ്ങൾക്ക് കീഴടക്കാൻ മാത്രമേ അതിന് ബലവും ശക്തിയുള്ളൂ. ഞങ്ങളത് കഴിഞ്ഞ 40 ദിവസമായി തെളിയിച്ചതാണ്. ഇസ്രായേൽ ലോകത്തെ മുഴുവനും വെല്ലുവിളിച്ച് ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ആക്രമിക്കാൻ മാത്രം ബലവും ശക്തിയുമുള്ളതാണ് എന്ന് ഈ ഇസ്രായേൽ പറഞ്ഞു. ഞങ്ങളത് നിസ്സാരമായ രീതിയിൽ അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇസ്രായേലിനെ തീർക്കാനുള്ള സമയം വേണ്ടത് 2 മണിക്കൂർ മാത്രമാണ്. ലോകത്തിനത് ബോധ്യമായിട്ടുണ്ട്, ഞങ്ങളെ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് 2025 തന്നെ. അതുകൊണ്ട് ഭീഷണിപ്പെടുത്തുക, ഭയപ്പെടുത്തുക, കനമുള്ള വാക്കുകൾ പറയുക, കഠോരമുള്ള പ്രയോഗങ്ങൾ നടത്തുക, അങ്ങനെ പേടിച്ച് വിറക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്നേ ഈ പണി ഇട്ടേച്ച് പോകേണ്ട ഒരു സ്ഥിതി വരികയായിരുന്നു. ഇറാൻ്റെ ഭരണ സംവിധാനവും സൈനിക സംവിധാനവും ജനങ്ങളും ഒറ്റക്കെട്ടാണ്. ഇവിടെ മറ്റ് മതവിശ്വാസികളും ജീവിക്കുന്നുണ്ട്. അവരും സുരക്ഷിതരാണ്. അവരുടേതായിരിക്കുന്ന മതസംസ്കാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമായി അവർ ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇവിടെ ജൂതവിഭാഗം ഇറാൻ്റെ പൗരന്മാരായിട്ടുണ്ട്, ക്രിസ്തീയ വിഭാഗങ്ങളുണ്ട്, മതനിഷേധികളുണ്ട്, ഗവൺമെൻറ് അംഗീകരിക്കാത്തവരുണ്ട്. പലതരത്തിലും പല രൂപത്തിലുമുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു ദേശമാണ് ഇറാൻ എന്ന് പറയുന്നത്. അവരെല്ലാം ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ്. അവരുടെ വിശ്വാസപ്രകാരം ജീവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവർക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾ ഇടപെടുകയില്ല. എല്ലാ കാലത്തും ഇറാൻ്റെ നയങ്ങളും നിലപാടുകളും ഇങ്ങനെ തന്നെയാണ്. ഏറ്റവും മിതവാദിയായിരിക്കുന്ന ആളാണ് ഇന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ. തീവ്ര ചിന്താഗതിക്കാരനല്ല. ഏറ്റവും ലളിതമായ രീതിയിൽ ജീവിക്കാൻ താല്പര്യമുള്ള ആളുകളും അതോടൊപ്പം തന്നെ എല്ലാവർക്കും കൃത്യമായ രീതിയിലുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഭാഗിക്കപ്പെടണം എന്ന നിലപാടുകാരനുമാണ്. അയാൾ പോലും പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം രാജ്യത്തിൻ്റെ സുരക്ഷ ഞങ്ങൾ കെട്ടിപ്പടുത്തിരിക്കുന്ന ഞങ്ങളുടെ സംവിധാനങ്ങൾ, അത് റോഡാണെങ്കിലും അത് ബസ് സ്റ്റാൻഡാണെങ്കിലും റെയിൽവേ സ്റ്റേഷനാണെങ്കിലും വൈദ്യുത നിലയങ്ങളാണെങ്കിലും സർവ്വമേഖലയാണെങ്കിലും ഇതെല്ലാം സംരക്ഷിക്കേണ്ട ബാധ്യത ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അമേരിക്കയുടെ ഭീഷണിക്ക് മുമ്പിൽ ജനങ്ങൾ തെരുവിലിറങ്ങിക്കൊണ്ട് മനുഷ്യചങ്ങല തീർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലക്ഷങ്ങളാണ് തെരുവിലിറങ്ങിയത്. ഒരു കൊലപാതകം കൊണ്ടോ ഒരു കൂട്ടക്കൊല കൊണ്ടോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് തെളിയിക്കപ്പെട്ടതായിരുന്നു അത്.
ന്യായപരമായിരിക്കുന്ന കാര്യത്തിനല്ലാതെ അന്യായപരമായ രീതിയിലുള്ള കാര്യത്തിന് വേണ്ടി മറ്റേതെങ്കിലും ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തല കുനിക്കുന്ന ഒരു സംവിധാന കാര്യങ്ങൾ ഒരു കാലത്തും ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലെബനാനാണ് പ്രധാനമായിരിക്കുന്ന വിഷയം. ലെബനാൻ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? എന്തിനാണ് ലെബനാൻ ഇസ്രായേൽ ആക്രമിക്കുന്നത്? ലെബനാൻ അങ്ങോട്ടല്ലല്ലോ ആക്രമിക്കുന്നത്, ഇസ്രായേൽ ഇങ്ങോട്ടാണല്ലോ ആക്രമിക്കുക. അതിൻ്റെ കാര്യം എന്താണ്? 1967 തന്നെ ലെബനാൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ഭൂമി എന്തുകൊണ്ട് വിട്ടുകൊടുക്കുന്നില്ല? അന്യായമാണ് ചെയ്തത്. UN പോലും അത് വിട്ടുകൊടുക്കാൻ പല ഘട്ടത്തിൽ പറഞ്ഞു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ളത് കൃത്യമാണല്ലോ. എന്തേ അയാൾക്ക് അഭയം നൽകുന്നു അമേരിക്ക? അപ്പോൾ ഇത്തരം തെറ്റായിരിക്കുന്ന കീഴ്വഴക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പൊളിച്ചെഴുത്ത് നിർബന്ധമാണ്. ലോകം മുഴുവനും മൗനത്തിലാണ് എന്ന് നിങ്ങൾ കരുതണ്ട. അമേരിക്കക്കെതിരെ ലോകശക്തികൾ ഒന്നിക്കുക തന്നെ ചെയ്യും, സംശയങ്ങളൊന്നുമില്ല. ഈ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് രാജ്യങ്ങളുണ്ട്. പലതരത്തിലും സാമ്പത്തികപരമായി, ആയുധപരമായി, സൈനികപരമായി, ബുദ്ധിപരമായ രീതിയിൽ. അതിനുമപ്പുറം ആകാശ നിരീക്ഷണം നടത്തുന്ന വിഭാഗങ്ങൾ പോലും ഈ കാര്യത്തിൽ തങ്ങൾക്കൊപ്പമുണ്ട്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ വളരെ കൃത്യതയോടുകൂടി തങ്ങൾക്ക് നൽകിക്കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾക്ക് ലക്ഷ്യം തെറ്റാത്ത രീതിയിൽ ആക്രമണം നടത്താൻ വേണ്ടി പറ്റുന്നത്. ഒരു കാര്യം തുറന്നു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു: ഇസ്രായേൽ സുരക്ഷിതമായിരിക്കുന്ന ഒരു മേഖലയല്ല, ഒരു രാജ്യമല്ല. അത് ഇസ്രായേൽ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇറാൻ്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ ഇസ്രായേൽ നടക്കുന്ന ഇപ്പോഴത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അതിന് തിരിച്ചടി നൽകുന്നത് അവിടുത്തെ ജൂത വിഭാഗങ്ങൾ അവർക്ക് തന്നെയാണ്. അഥവാ തെരുവിൽ മുഴുവനും പ്രതിഷേധക്കാരെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് ഇസ്രായേൽ ചരിത്രത്തിൽ ഇതിനു മുൻപൊന്നും ഇല്ലാത്തതാണ്. യുദ്ധവിരുദ്ധ റാലിയും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കൊണ്ട് ഈ സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്ക് റോഡിലിറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടി പറ്റാത്ത, അവരുടെ ഓഫീസ് സമുച്ചയത്തിലേക്ക് എത്താൻ പറ്റാത്ത, അവർ സുരക്ഷിതമായിരിക്കുന്ന ഒരു വീട് താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് രാജ്യം മാറിയത് വളരെ പെട്ടതാണ്. കരുതിയത് ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തിയതിന് ശേഷം അവിടെ ആഭ്യന്തര കലാപം ഉണ്ടാകുമെന്നാണ്. അങ്ങനെ സർക്കാർ വീഴുകയും പുതിയ സർക്കാർ സംവിധാനം പഹ്ലവി രാജവംശത്തിൻ്റെ തുടർച്ച അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവാൻ പോവുകയാണ് എന്നുള്ള വിവരങ്ങളായിരുന്നു അമേരിക്കയുടെ ഭാഗത്തുണ്ടായത്. പക്ഷെ അതുണ്ടായില്ലെന്ന് മാത്രമല്ല, തിരിച്ചടി ഭയാനകരമായിരുന്നു. ഇന്ന് വരെ ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യവും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും അതിൻ്റെ സംവിധാനവും കാണാത്തത്ര ഭീകര ആക്രമണം നടത്തിക്കൊണ്ട് ഞങ്ങൾ ലോകത്തിന് മുൻപിൽ അജയ്യരായിരിക്കുന്നു. അലക്സാണ്ടർ തോൽപ്പിച്ച ഇറാനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പേർഷ്യൻ സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക, ഇസ്രായേൽ എന്ന് പറയുന്നതൊക്കെ നിസ്സാരം തന്നെയാണ്. ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നു: വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ വൺ വേ ട്രാഫിക് അല്ല. അമേരിക്ക പറയുക, അത് മറ്റുള്ളവർ അംഗീകരിക്കുക. ഇത്രയും കാലം അങ്ങനെയാണ് പോയത്. ഏതെങ്കിലും ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ എത്തുന്ന സമയത്ത് മറ്റു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന രീതി സാധാരണഗതിയിൽ അമേരിക്ക പിന്തുടരാറുള്ളതാണ്. ഇതവിടെ വെച്ചിട്ട് മറ്റുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതൊന്നും ഇനി അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. വളരെ കൃത്യതയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിലപാട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഈ യുദ്ധം തുടരുക തന്നെ ചെയ്യും. ഇനി ഒരു 5 വർഷം യുദ്ധം നയിക്കാൻ മാത്രം കരുത്തും ശക്തിയും ആയുധങ്ങളും ഇറാനിലുണ്ട്. ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട്. മാത്രമല്ല, ഇപ്പോഴും ഇറാന് വേണ്ടി ആയുധങ്ങൾ നിർമ്മിച്ചു കൊണ്ടേയിരിക്കുന്നു. കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതിനപ്പുറമുള്ള രാജ്യങ്ങളെല്ലാം ഇറാനെ സഹായിക്കുന്നുണ്ട്. കാര്യം, ഇതൊരു വലിയ നാശത്തിൻ്റെ തുടക്കമാണ് അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ചിരിക്കുന്നത്. 70,000-ത്തിലധികം ആളുകളാണ് യഥാർത്ഥത്തിൽ ഗസക്കകത്ത് കൊലപ്പെടുത്തിയത് എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കും സംഭവമല്ല. അവിടെ ജീവിക്കുന്ന 23 ലക്ഷം മനുഷ്യന്മാരിൽ ഒരാൾ പോലും ഏതെങ്കിലും തരത്തിൽ ദുരന്തത്തിലോ അപകടത്തിലോ മരണത്തിലോ പെടാത്തവയില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭീകരമായിരിക്കുന്ന സ്ഥിതികളാണ് ആ രാജ്യത്തിനകത്ത് ഇസ്രായേൽ ഉണ്ടാക്കിയത് എന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവരങ്ങനെ അവിടെ തൊട്ടു, അതായത് ഫലസ്തീനെ തൊട്ടു, ലെബനാനെ തൊട്ടു, യമനെ തൊട്ടു, ഒരു പരിധിവരെ ഇറാഖിനെ തൊട്ടു. അങ്ങനെ ഇറാനിലേക്ക് വളരെ എളുപ്പമുള്ള റൂട്ട് മാർച്ചാണ് അവർ നടത്തിയത്. കഴിഞ്ഞ 2025 സംയുക്തമായി അവർ ആക്രമണം നടത്തിയിട്ട് അവരെ ഭയപ്പെടുത്തിയിട്ട് കീഴ്പ്പെടുത്തുക എന്നുള്ള രീതി. 12 ദിവസം കൊണ്ട് തിരിച്ചടിയുടെ ഭീകരമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചിക്കാത്തവർ ഇന്നും ഇസ്രായേൽ 40,000-ത്തിലധികം കുടുംബങ്ങളുണ്ട് എന്നുള്ളതാണ്. അവർ വയ്യാധാരമായി പുറത്തിറക്കപ്പെട്ടവരാണ്. ഇപ്പോഴും അവർ കൃത്യമായ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഇസ്രായേൽ ഒരുക്കിയിട്ടില്ല എന്നുള്ള പരാതി ഇസ്രായേലിലെ ജനങ്ങൾ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ 1 ലക്ഷത്തിൽ, ഈ യുദ്ധം വന്നതിന് ശേഷം 1 ലക്ഷത്തിലധികം ഇസ്രായേലിയർ വീടില്ലാതായിരിക്കുന്നു. അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട്, ലെബനാൻ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടൊന്നും ജൂതന്മാർക്ക് താമസിക്കാൻ പറ്റാത്ത സ്ഥിതികളും അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി വായിച്ചാൽ വളരെ കൃത്യതയോടുകൂടി ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും എത്രത്തോളം